എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. CC ബാങ്ക് എക്സാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വരാൻ പോകുന്ന CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷ വലിയ മാറ്റങ്ങളോടുകൂടിയാണ് ആദ്യമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ട്, കഴിഞ്ഞ തവണ എഴുതി നിസ്സാര മാർക്കിന് പരാജയപ്പെട്ടവരുണ്ട്, അതേപോലെ തന്നെ പല തവണകളായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികളും എല്ലാവരും ഉണ്ട്. ഈ പരീക്ഷ എഴുതുന്നവരാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ, പുതിയ പാറ്റേണിൽ ഒരു പരീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്, ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെ പഠിച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഫേവറബിളായിട്ട് മാറും എന്നുൾപ്പെടെയുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വെബിനാറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഏറ്റവും അവസാനം നിങ്ങൾക്ക് വേണ്ടി സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരായിക്കോട്ടെ, അതല്ല നിങ്ങൾ രണ്ടാമതായിട്ടോ എത്രാമത്തെ തവണയെങ്കിലും പരീക്ഷ എഴുതുന്നവരായിക്കോട്ടെ, ഒരുപാട് പരീക്ഷകൾ നമ്മൾ എഴുതി പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് ഏറ്റവും അവസാനം വിജയത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു പരീക്ഷ എഴുതി ഒരിക്കലും വിജയത്തിലെത്തിയവർ സ്വാഭാവികമായിട്ടും കാണത്തില്ല. അപ്പോൾ എല്ലാ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് അംഗീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 നടക്കാൻ പോകുന്ന CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷ വിജയത്തിൽ കുറഞ്ഞൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കത്തില്ല. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു 60 ദിവസം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതുകൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് കാണുന്ന റീസണിങ്ങിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പ്ലേസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഈ പ്ലേസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ചോദ്യങ്ങൾ രണ്ട് രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്ന്, ഒരു വരി അല്ലെങ്കിൽ നിരയിലെ ആളുകളെ അറേഞ്ച് ചെയ്യുന്ന ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടല്ലേ. ഇൻ എ റോ ഓഫ് 18 സ്റ്റുഡൻസ്, എ ഈസ് 12th ഫ്രം ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു വൃത്താകൃതിയിലുള്ള ഒരു കൂട്ടം ആൾക്കാർ, ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ആളുകൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. അവരിലെ എയുടെ ഇടത് 4ാമതാണ് സി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഡിയുടെ വലത് 6ാമതാണ് എഫ് ഇരിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എയുടെ ഇടത് 5ാമത് ആരാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എയ്ക്കും ഇസഡിനും ഇടയിൽ ആരാണ് ഇരിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങളെയാണ് നമ്മൾ സർക്കുലാർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബാങ്ക് എക്സാമുകളിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന സർക്കുലാർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ സർക്കുലാർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുവാണ്. ഇതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ലീനിയർ അറേഞ്ച്മെന്റും ക്ലാസ്സിൽ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സർക്കുലാർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, നമുക്ക് 1 മാർക്ക് അടിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ടോപ്പിക്ക് കൂടിയാണ് സർക്കുലാർ അറേഞ്ച്മെന്റ്. ചോദ്യം കുറച്ച് ലെങ്തി ആണെങ്കിലും ഒരൊറ്റ കോൺസെപ്റ്റ് കൊണ്ടത് വരച്ച് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 2 വാക്കുകളാണ്. ഒന്ന്, മക്കളെ, ലെഫ്റ്റ് എന്ന് കേട്ടാൽ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഇടതെന്ന് പറയും. എയുടെ ഇടത് 4ാമതാണ് എ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എഫിന്റെ വലത് 8ാമതാണ് പി ഇരിക്കുന്നത്, അങ്ങനെ പറയും. അപ്പോൾ ഇടത് എന്ന് കേട്ടാൽ നിങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്തോണം കേട്ടോ. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഇടതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്, അതായത് നിങ്ങൾ ഇങ്ങനെ വരച്ചോണം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരച്ചോണം. വലതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്, കണ്ടോ? വലതെന്ന് കേട്ടാൽ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്തോണം.
ഇത്രേ ഉള്ളൂ പരിപാടി. അതായത് എടാ കുഞ്ഞുങ്ങളെ, ഒരു 5 പേര് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു എന്ന് കരുതുക. അതാണ്ടേ 1, 2, 3, 4, 5 പേര് ഇരിക്കുന്നു. ഇനി ഞാൻ പറയുന്നു എയുടെ ഇടത് മൂന്നാമതാണ് പി ഇരിക്കുന്നതെന്ന് പറയുമോ? എന്താ ഞാൻ പറഞ്ഞത്? എയുടെ ഇടത് മൂന്നാമതാണ് പി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? എയെ എവിടെങ്കിലും അങ്ങ് വരയ്ക്കണം. എടാ, എയുടെ ഇടത് മൂന്നാമതാണ് പി ഇരിക്കുന്നത്. ഇടതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്. എയുടെ ഇടതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസിലെ മൂന്നാമത് പിയെ വരയ്ക്കണം. ക്ലോക്ക് വൈസ് താണ്ടേ 1, 2, 3 പി. കണ്ടോ? എയുടെ ഇടത് മൂന്നാമതാണ് ആരിരിക്കുന്നത്? പി ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ഇനി ഞാൻ പറയുന്നു പിയുടെ വലത് രണ്ടാമതാണ് എഫ് ഇരിക്കുന്നത്. പിയുടെ വലത് രണ്ടാമതാണ് എഫ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലതെന്ന് കേട്ട ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് രണ്ടാമത് ആരെ വെക്കണം? എഫിനെ കൊണ്ടുപോയി വെക്കണം. നോക്കിയേ, ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ മേപ്പോട്ട് 1, 2 കണ്ട ഇവിടെ എഫിനെയും കൊണ്ട് വെക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇങ്ങനെ നിങ്ങൾ അങ്ങ് അറേഞ്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി. ചോദ്യത്തിനകത്ത് 8 പേരൊക്കെ പരമാവധി വരാറുണ്ട്. ചോദ്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക, വായിച്ചു നോക്കിയിട്ട് ഒരു പടം നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തേക്ക് വരയ്ക്കുക. ആൻസർ പെട്ടെന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണത്. ഒന്നാമത്തെ ചോദ്യം വായിക്കുക. എത്ര പേരുണ്ടെന്ന് നോക്ക്. ആദ്യം ഈ ചോദ്യം കാണുമ്പോഴേ സർക്കുലാർ ടേബിൾ എന്ന് കാണുമ്പോഴേ എന്താണ്? വൃത്താകൃതിയിലുള്ള അറേഞ്ച്മെന്റ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 പേര്. എടാ, 8 പേര് ഒരു സർക്കുലാർ ടേബിളിന് ചുറ്റും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? വേറെ ഒന്നും വായിക്കണ്ട. അതാണ്ടേ പെട്ടെന്നൊരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. 8 ചെയറും വെച്ച് കൊടുക്കണം. 8 ചെയർ എത്ര പേരുണ്ടോ അവർക്കുള്ള ചെയർ ആദ്യമേ അങ്ങ് അറേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 കണ്ടോ? കൃത്യമായിട്ട് നമ്മൾ 8 കസേരകൾ കൃത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ വാക്കുകൾ വായിക്കാം. എസ് ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് പി. പിയുടെ റൈറ്റ് സെക്കൻഡിൽ ആരായിരിക്കുന്നത്? എസ്. എടാ, പിയുടെ റൈറ്റ് സെക്കൻഡിലാണ് ആരിയിരിക്കുന്നത്? എസ്. അപ്പൊ പി എവിടെങ്കിലും അങ്ങ് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് വെക്കാം പിയെ. ഈ 8 കസേരയില് എവിടെ വേണേലും നിങ്ങൾക്ക് പിയെ കൊണ്ടുവന്ന് വെക്കാം. അത് നിങ്ങൾ ഇഷ്ടം. അപ്പൊ ഞാൻ കണ്ടേ പിയെ ഇങ്ങോട്ട് അങ്ങ് വെച്ചു. കണ്ടോ? പി ഇവിടെ വെച്ചു. പിയുടെ റൈറ്റ് സെക്കൻഡിൽ ആരെ വെക്കുക? എസ്. റൈറ്റ് എന്ന് കേട്ടാ എന്തുവാ? റൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് രണ്ടാമത് ആരെ കൊണ്ട് വെക്കണം? എസിനെ കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മേപ്പോട്ട് കണ്ടേ 1, 2 അവിടെ ആരെ വെക്കണം? എസിനെ വെക്കണം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ അതാ കറക്റ്റ് ആയി. പിയുടെ റൈറ്റ് സെക്കൻഡിലാണ് ആരിയിരിക്കുന്നത്? എസ് ഇരിക്കുന്നത്. കഴിഞ്ഞു. അടുത്ത് വായിക്കും. ഇനി പി ഈസ്, ബാക്കി വായിച്ചോ. പി ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് വി. പി എന്ന് പറയുന്നത് വിയുടെ റൈറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ വിയുടെ റൈറ്റ് സെക്കൻഡ് ആണ് ആര്? പി. അപ്പൊ വി എവിടെ വരണം? ആലോചിക്ക്. എടാ, വി ഇവിടെ വന്നെങ്കിലല്ലേ 1, 2 റൈറ്റ് സെക്കൻഡിൽ പി വരത്തുള്ളൂ. ഒരാളെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആരെയാണോ വെക്കുന്നത് ആ വ്യക്തി അവിടെ സ്റ്റേബിൾ ആണ്, പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? വിയുടെ റൈറ്റ് സെക്കൻഡിലെ പിയും വന്നു. കറക്റ്റ് ആയി. ഇനി അടുത്തത് താണ്ട ബാക്കി വായിച്ചോണേ. ആർ ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് വി. ആർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ വിയുടെ ലെഫ്റ്റ് സെക്കൻഡ് ആണ്. വി ഇവിടെ ഉണ്ടല്ലോ. വിയുടെ ലെഫ്റ്റ് സെക്കൻഡിൽ ആരെ വെക്കണം? ആറിനെ വെക്കണം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. അപ്പോൾ വിയുടെ ലെഫ്റ്റ് സെക്കൻഡിൽ ആരെ വെക്കണം? ആറിനെ വെക്കണം. അപ്പൊ 6 തന്നെ ഇവിടെ വരും. കണ്ടോ? ക്ലോക്ക് വൈസ് രണ്ടാമത് വിയുടെ ലെഫ്റ്റ് സെക്കൻഡിലെ ആറിനെയും വെച്ചു. അതും കഴിഞ്ഞു. ആൻഡ് എന്ന് പറയുമ്പോൾ ഇവനെ കുറിച്ച് കേട്ടോ. ഈ 6 എന്ന് പറയുന്നവൻ
വിയുടെ ലെഫ്റ്റ് സെക്കൻഡ് ആണ് ആൻഡ് അതേപോലെ ആര് ആര് ആറ്. ആ ആറെന്ന് പറയുന്നവൻ പിന്നെ അടുത്തത് ക്യൂവിന്റെ റൈറ്റ് തേർഡാണ്. ക്യൂവിന്റെ റൈറ്റ് തേർഡാണ്. അതായത് നമ്മൾ പറയുന്നത് ആറിനെ കുറിച്ചാണ്. ആ ആറെന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അവൻ ക്യൂവിന്റെ റൈറ്റ് തേർഡ് ആണെന്ന് പറയുന്നു. ക്യൂവിന്റെ റൈറ്റ് തേർഡ് ആണ്. അപ്പൊ ക്യൂ എവിടെ വരണം? ക്യൂ എന്തായാലും റൈറ്റ് തേർഡ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ക്യൂ ഇവിടെ വന്നെങ്കിലല്ലേ 1 2 3 റൈറ്റ് തേർഡിലെ 6 വരുത്തുള്ളൂ. ഇപ്പൊ ശരിയായില്ലേ? ക്യൂവിന്റെ റൈറ്റ് തേർഡിലെ 6ഉം സെറ്റായി കഴിഞ്ഞു. അടുത്തത് W ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് വി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എടാ ഈ W എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ വിയുടെ അടുത്ത് വരയ്ക്കാൻ പാടില്ല. ഇമ്മീഡിയറ്റ് നൈബർ അല്ല. W ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് വി. വിയുടെ അടുത്തല്ല. വിയുടെ അടുത്ത് വരയ്ക്കാൻ പാടില്ല. ആരെ? ഡബ്ല്യുവിന്. അപ്പൊ W ഇവിടെയും വരയ്ക്കാൻ പറ്റത്തില്ല, ഇവിടെയും വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എവിടെ വരയ്ക്കാൻ പറ്റുന്നത്? പിന്നെ ഒരു പൊസിഷൻ അല്ലേ ഉള്ളൂ. W എന്ന് പറയുന്ന ആളിനെ ഇവിടെയും വെക്കരുത്, ഇവിടെയും വെക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ മാത്രമല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. വെച്ചു, കറക്റ്റായി. ഇനി അടുത്തത്, ഇനി 2 പേരെയും കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട്. ആരൊക്കെയെന്നറിയോ? ഒരാൾ T ആണ്, ഒരാൾ Z ആണ്. ബാക്കി എല്ലാവരും അറേഞ്ച് ചെയ്തു. 8 പേരിലെ 6 പേരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു. ഇനി 2 പേരാണുള്ളത്. അതിലൊരാൾ Tയും ഒരാൾ Z ആണ്. അതിനു വേണ്ടിയിട്ടാണ് ചോദ്യകർത്താവ് പറയുന്നത് Z ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് T. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഇവിടെ T ഇവിടെ Z വെച്ചിട്ട് വായിച്ചു നോക്കുമ്പോൾ തെറ്റാണെങ്കിൽ തിരിച്ചങ്ങ് ആക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം വേറെ ആരും ഇല്ലല്ലോ, ഇനി പ്രത്യേകിച്ച് ആരും ഇല്ല. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണം. Z എന്ന് പറയുന്നവൻ Tയുടെ റൈറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ Tയെ നമുക്ക് വെറുതെ ഇങ്ങോട്ട് വെക്കാം, കാരണം വേറെ പോയിന്റ് ഒന്നും ഇല്ല. Z ഞാൻ ഇവിടെയും വെച്ചു. ഇനി നിങ്ങൾ ചുമ്മാ ഒന്ന് നോക്കിയേ, കറക്റ്റ് ആയോ നോക്കിയേ. Z ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് T. Tയുടെ റൈറ്റ് സെക്കൻഡിലല്ലേ, ആന്റി ക്ലോക്ക് വൈസ് രണ്ടാമതല്ലേ Z. കറക്റ്റായി. ഇങ്ങനെ പടം വൃത്തിയായിട്ട് വരയ്ക്കണം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. തന്നിരിക്കുന്ന ചോദ്യം വളരെ നീളമുള്ള ചോദ്യമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. 1 മാർക്കാണ്. വെറുതെ നിങ്ങൾ പാഴാക്കി കളയരുത്, കാരണം ഇതൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പടം വരച്ചു കഴിഞ്ഞാൽ ചോദ്യകർത്താവ് ചോദിക്കുന്നു, ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ T ആൻഡ് Z. അതായത് Tയുടെയും Z-ന്റെയും ഇടയിൽ ആരാണ് ഇരിക്കുന്നത്? ആണ്ടെ, Tയുടെയും Z-ന്റെ ഇടയിൽ ആരാ ഇരിക്കുന്നത്? V അല്ലേ. V എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓപ്ഷൻ C നിങ്ങൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ അവസാനിച്ചു. ഇത്രയും കാര്യമുള്ള പരിപാടി. ഇങ്ങനെയാണ് നമ്മൾ സർക്കുലാർ അറേഞ്ച്മെന്റിന്റെ ചോദ്യങ്ങൾ ചെയ്തെടുക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഇത്രേ ഉള്ളൂ പരിപാടി, ഒന്നുമില്ല. ലെഫ്റ്റ് എന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്, റൈറ്റ് എന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരാളെ നിങ്ങൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ ആ പോയിന്റിൽ നിന്നും ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല എന്നുകൂടി നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. നിങ്ങൾ വീണ്ടും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചു. എത്ര പേരുണ്ടാ? 1 2 3 4 5 6 7 പേരെ ഉള്ളൂ. 7 പേരെ ഉള്ളെങ്കിൽ പെട്ടെന്ന് ഇതാണ്ടേ ഒരു വൃത്തം അങ്ങോട്ട് വരച്ചിട്ട് 7 കസേര അങ്ങ് ഇടുക. 1 2 3 4 5 6 7 കസേര കൊടുത്തു. കഴിഞ്ഞു. ഇനി T ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് H. Hന്റെ റൈറ്റ് തേർഡില് Tയെ വരയ്ക്കുക. അപ്പൊ H എവിടെങ്കിലും വരയ്ക്കുക. H ഇവിടെ വെച്ചു. Hന്റെ റൈറ്റ് തേർഡ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. Hന്റെ റൈറ്റ് തേർഡിൽ ആരെ വെക്കണം? Tയെ വെക്കണം. T 1 2 3 ഇവിടെ ആരെ വെക്കണം? Tയെ വെക്കുക. കഴിഞ്ഞു. Hന്റെ റൈറ്റ് തേർഡില് നമ്മൾ Tയെ വെച്ചു. ഇനി L ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് P. നമുക്ക് പക്ഷെ P എവിടെന്ന് അറിയത്തില്ല. P എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ആ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് കളയുക, പിന്നീട് നമുക്ക് പിടിക്കാം. ഇപ്പൊ നിലവിൽ നമുക്ക് P എവിടെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ചുമ്മാ എവിടെയെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റുമോ? P പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? റെഫ്യൂസ് ചെയ്യുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് താൽക്കാലികമായിട്ട് കളയുക, അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കുക.
നിങ്ങൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ആദ്യം പ്ലേസ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഒന്നും കൂടെ സ്റ്റേറ്റ്മെന്റ് തിരിച്ചു വായിച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടെ വായിച്ചു. അപ്പോൾ അത് ഞാൻ കളയുവാണേ, കളഞ്ഞു. അടുത്തത് പി ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എച്ച്. എന്താണ് ഞാൻ പറഞ്ഞത്? പി എന്ന് പറയുന്നത് എച്ചിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. എച്ചിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ഇതാണ്ട് ആരാ? പി. കറക്റ്റ് അല്ലേ? പി ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എച്ച്. അതും കഴിഞ്ഞു. ഇനി നാണ്ട നിങ്ങൾ ആ കളഞ്ഞ സാധനം അങ്ങ് എടുത്തു. എന്താ? കാരണം പി സെറ്റായി, കളഞ്ഞു പിടിച്ചു. എന്ത് വരുന്നു പറഞ്ഞത്? എൽ ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് പി. എൽ എന്ന് പറയുന്നത് പിയുടെ ലെഫ്റ്റ് ഫോർ ക്ലോക്ക് വൈസ് 4. 1 2 3 4 അതാണ്ട് ഇവിടെ എല്ല് വെക്കുക. ഇപ്പൊ കറക്റ്റ് ആയി കണ്ടോ? എൽ ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് പി. അതും കഴിഞ്ഞു. ഇനി സി ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ഇ. സി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ ഇയുടെ റൈറ്റ് 4 ആണെന്നാണ് പറയുന്നത്. നമുക്ക് വേറെ എവിടെ ഈ സിയും ഈ എവിടെ വെച്ചെന്ന് നമുക്കറിയില്ല. ഈ നമ്മൾ വെച്ചിട്ടുമില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ആ ഒരു സെന്റൻസ് തൽക്കാലത്തേക്ക് കളയുവാണേ. ഇ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ടി. ഈ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അവൻ ഒരിക്കലും ഇവിടെ വരത്തില്ല. ടിയുടെ അടുത്ത് വരയ്ക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഇവിടെ വരയ്ക്കാൻ പറ്റത്തില്ല. ആരെ വരയ്ക്കാൻ പറ്റത്തില്ല? ഇ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ടി. ടിയുടെ അടുത്ത് ആരെ വരയ്ക്കാൻ പാടില്ല? ഇയെ വരയ്ക്കാൻ പാടില്ല. അപ്പൊ ഇയെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വരയ്ക്കാം, ഇവിടെയും വരയ്ക്കാം. ഈ 2 പോയിന്റില് എവിടെ വേണമെങ്കിലും നമുക്ക് വരാം. ഇവിടെ എന്തായാലും ഒരിക്കലും വരത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം കരുതുവോ, എനിക്കറിയില്ല, ഞാൻ വെറുതെ ഈ ഇവിടെ വെക്കുവാണേ. സപ്പോസ് തെറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മായ്ച്ചിട്ട് ഇവിടെ വരയ്ക്കും. കാരണം ആ 2 പോയിന്റിൽ എവിടെങ്കിലും ആണ് ഈ വരേണ്ടത്. ഇനി നമുക്ക് നോക്കാം. സി ഈസ് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ഇ. ഇയുടെ റൈറ്റ് 4 പിടിയടാ. ഇയുടെ റൈറ്റ് 4 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് മേപ്പോട്ട് പോട്ടെ. ഞാൻ ഇവിടെ ചുമ്മാ വെച്ചതാണ്, വെറുതെ വെച്ചതാണ് കേട്ടോ. എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ അവിടെ വെച്ചത്. കണ്ടേ, 1 2 3 4. ഇയുടെ റൈറ്റ് 4 കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ അതേസമയം ഈ ഞാൻ ഇവിടെ വെച്ചായിരുന്നെങ്കിലോ റൈറ്റ് 4 ആണെങ്കിൽ കിട്ടും 1 2 3 4. അവിടെ ഓൾറെഡി ടി ഇരിക്കുക, നടക്കത്തില്ല. അപ്പൊ ഉറപ്പിക്കാം ഈ അവിടെ തന്നെ, ഷുവർ. കാരണം അല്ല ഈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് 4 നമുക്ക് കിട്ടത്തില്ല. അതൊക്കെ നിങ്ങൾ അന്നേരം എക്സാമ്പിൾ ഇരുന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഉറപ്പിച്ചു ഈ അവിടെയാണെന്ന് മനസ്സിലായി. ഈയുടെ റൈറ്റ് 4 1 2 3 4 ആരെ കൊണ്ട് വെക്കുക? സിയെ കൊണ്ടുവന്ന് വെക്കുക. സിയെ വെച്ചു, കഴിഞ്ഞു. ഇനി ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതാരാ? നമ്മളെല്ലാവരും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല. ഒരാൾ പെൻഡിങ് ഇല്ലേ? ആരാ അത്? കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് കെ ഇവിടെ വെക്കണം. കഴിഞ്ഞു. എല്ലാം പടം വളരെ ഭംഗിയായിട്ട് നമ്മൾ വരച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞു. ചോദ്യം വായിക്കടാ. ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എച്ച്. സിക്കും എച്ചിനും ഇടയിൽ ആരാണ്? സി എവിടാ? സി താണ്ട പിടിച്ചോ, എച്ച് താണ്ട പിടിച്ചോ. സിക്കും എച്ചിനും ഇടയിൽ ആരാണ്? പി ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. സോ ഇങ്ങനെ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഒരു 20-25 ക്വസ്റ്റ്യൻ എങ്കിലും സിമ്പിൾ ആയിട്ട് ഇരുന്ന് ചെയ്ത് പഠിക്കുമ്പോൾ സർക്കുലാർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. നിങ്ങൾ ചെയ്തു പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വീഡിയോ തിരിച്ചൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. തൽക്കാലം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വായിക്കുക. എത്ര പേരുണ്ടാ മക്കളെ? 1 2 3 4 5 6 7 പേര്. സ്വാഭാവികമായിട്ടും വേറെ ഒന്നും വായിക്കേണ്ടതാണ്ടേ. 1 2 3 4 5 6 7 പേര്. കഴിഞ്ഞു. ഇനി ഡി ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. ഡി എന്ന് പറയുന്നവൻ എഫിന്റെ ലെഫ്റ്റ് സെക്കൻഡ് അല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാനാ? ആണെന്ന് പറയുന്നതാണ് വേണ്ടത്. അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെന്ന് ഇവിടെ വരയ്ക്കാൻ പറ്റും. ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സെന്റൻസ് കളയുക. അടുത്ത പിടി. ബട്ട് ഡി എന്ന് പറയുന്നത് എന്താണ്? എയുടെ റൈറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ എ എവിടെങ്കിലും വെക്കാം. എവിടോട്ട് വെക്കാം? എയുടെ റൈറ്റ് സെക്കൻഡിലെ ആരെ വെക്കണം? ഡിയെ വെക്കണം. അപ്പൊ 1 2 ഡി എവിടെ വെക്കുക? ഓക്കെ അല്ലേ? എയുടെ റൈറ്റ് സെക്കൻഡ് ഡി വന്നു, കറക്റ്റായി. ഇനി ഡി ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. അപ്പോ എന്തായാലും എഫിന്റെ ലെഫ്റ്റ് സെക്കൻഡ് വരത്തില്ലെന്നാ പറഞ്ഞത്. അത് നമുക്ക് വിടാം. തൽക്കാലത്തേക്ക് എഫ് എവിടാന്ന് അറിയില്ലല്ലോ, അത് വിട്. ഇനി സി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ. സി എന്ന് പറയുന്ന വ്യക്തി
എയുടെ റൈറ്റ് തേർഡ് ആണ്. എയുടെ റൈറ്റ് തേർഡ്, എയുടെ കണ്ടേ 1, 2, 3 അവിടെ ആര് വരും? സി വരും. കണ്ടോ, എയുടെ റൈറ്റ് തേർഡില് നിങ്ങൾ സിയെ വെക്കുക എന്ന് പറഞ്ഞു വെച്ചു. ആൻഡ് സി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. ജിയുടെ ലെഫ്റ്റ് സെക്കൻഡ്. അപ്പൊ ജിയുടെ ലെഫ്റ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് രണ്ടാമത് സിയും വെച്ചോ. ഓക്കെ, ഇനി കഴിഞ്ഞോ? സി ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ, അത് സെറ്റായി. ആൻഡ് സി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി വരച്ചു. ഇനി വായിച്ചേ. ബി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ജി. ബി എന്ന് പറയുന്ന വ്യക്തി ജിയുടെ അടുത്തല്ല. അപ്പൊ ജിയുടെ അടുത്തല്ലെങ്കിൽ ഇവിടെയും വരയ്ക്കാൻ പറ്റത്തില്ല, ഇവിടെയും വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ 2 പോയിന്റിൽ വരയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ അല്ലേ പറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം ബി എവിടെ വെക്കണം? ഇവിടെ വെക്കണം. ഇപ്പം വേറെ പോയിന്റ് ഇല്ല, ആകെ 2, 3 ചെയറേ ഉള്ളൂ. ഇവിടെയും ബി വരത്തില്ലെന്ന് ചോദ്യകർത്താവ് തന്നെ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ബി അവിടെയാണ് വരുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം വായിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പടവും വരച്ചു വെച്ചു. പക്ഷെ നമ്മൾ കളഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആദ്യം എന്താണ് പറഞ്ഞത്? ഡി ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞു. അതായത് ഇവിടെ എഫും ഇല്ല, ഡിയും ഇല്ല. എഫ് ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യകർത്താവ് പറഞ്ഞത് ഡി ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. എഫ് എന്ന് പറയുന്നവൻ ഒന്നുകിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. ഈ 2 പോയിന്റേ ഉള്ളൂ വേറെ. ഇപ്പൊ ഞാൻ ചുമ്മാ വെറുതെ എഫിനെ ഇവോട്ട് അങ്ങ് വരയ്ക്കുവോ? വെറുതെ വരച്ചതാണേ. അങ്ങനെ എഫ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എഫിന്റെ ലെഫ്റ്റ് സെക്കൻഡ് ഡി വരത്തില്ലേ? അങ്ങനെ വരാൻ പാടില്ല. ഡി ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ് എന്നാ പറഞ്ഞത്. അപ്പൊ എഫ് ഇവിടെ വരത്തില്ല. അപ്പൊ എഫ് എവിടെ വരത്തുള്ളൂ? ഈ ഒരു പോയിന്റിലെ വരത്തുള്ളൂ. എഫ് അവിടെ വരച്ചു. എല്ലാവരെയും സെറ്റാക്കി. ഒരുത്തം മാത്രം പെൻഡിങ് ഉണ്ട്. അവനെയും കൂടെ സെറ്റായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ആരൊക്കെ ഇനി വെക്കാനുള്ള ആരോ നോക്ക്. എ, ബി, സി, ഡി, ഈ മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഈ എടുത്ത് ഇവോട്ട് അങ്ങ് വെക്കുക. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി ചോദ്യം നോക്കുക. ഹൂ ഈസ് സിറ്റിംഗ് ഫിഫ്ത്ത് ടു ദ റൈറ്റ് ഓഫ് സി. സിയുടെ റൈറ്റ് 5 റൈറ്റ് 5th. സി എവിടാ? സി ഇതല്ലേ? സിയുടെ ആന്റി ക്ലോക്ക് വൈസ് 5ാമത്. റൈറ്റ് എന്ന് പറഞ്ഞ ആന്റി ക്ലോക്ക് വൈസാ. ആന്റി ക്ലോക്ക് വൈസ് 5ാമത് ആരാണ്? സിയുടെ ആന്റി ക്ലോക്ക് വൈസ് 5ാമത് ആരാണ്? നോക്കടാ. ഇതിപ്പം ക്ലോക്ക് വൈസാ. സിയുടെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് ക്ലോക്ക് കറങ്ങുന്ന ദിശയുടെ എതിർദിശ. നോക്കിക്കോ. 1, 2, 3, 4, 5. ആരാ? ബി ആണ്. ഉത്തരം ഡി. ഓപ്ഷൻ ഡി നിങ്ങൾ ബബിൾ ചെയ്യണം. വ്യക്തി ബി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ഇതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ക്ലാസ്സിലെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് പുതിയ നമ്മുടെ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതുവരെയും നമ്മൾ ഒരു 100 മാർക്കിന്റെ പരീക്ഷ നമ്മൾ എഴുതിയിട്ടില്ല. സ്വാഭാവികമായിട്ടും കാലയളവുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു പരീക്ഷ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു മത്സര പരീക്ഷയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. ഓരോ ചോദ്യങ്ങളും ഓരോ മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ 1 മാർക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അടുത്ത ഒരു 60 ദിവസമാണ് നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്നത്. ഇപ്പം മഴയൊക്കെയാണ്, നിങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും. കൃത്യമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പരമാവധി സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് ഒരുപാട് പേർക്കുള്ള ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ പരീക്ഷ നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള ആശയക്കുഴപ്പമാണ് ഒരുപാട് പേർക്കുള്ളത്. ഈ ഒരു പുതിയ പാറ്റേണിലേക്ക് ബോർഡ് മാറുന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവരും പുതുതായിട്ട് പഠിക്കുന്നവരും എല്ലാം ഒരേ നിലവാരത്തിലേക്ക് മാറുവാണ്. കാരണം എല്ലാവരും ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു പടി മുമ്പിലേക്ക് പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആശയക്കുഴപ്പവും പരിഹരിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഇതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആതിര മിസ് ഒരു ലൈവ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഒരു ഫ്രീ വെബിനാർ ആണ്. സോ ഈ വെബിനാർ നമ്മൾ സമയം നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ 5-ാം തീയതിയാണ്.
രാത്രി 9 മണിക്കാണ്. താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് നിങ്ങളുടെ ഡേറ്റ നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുക. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു 60 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്, ഏതൊക്കെ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള നിങ്ങളുടെ എല്ലാ ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കുവാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ലൈവായിട്ട് ചോദിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ അധ്യാപികയുടെ നിർദ്ദേശം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും. സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഒരു സാധ്യതയും പിന്നീട് നിങ്ങളുടെ മുമ്പിലേക്ക് തിരിച്ചു വരുത്തില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം പിടിച്ചു. ചോദ്യം ഇതാണ്. എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7 പേര്. എടാ 7 പേരാവുമ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു വൃത്തം വരയ്ക്കുക. ടപടവ 1, 2, 3, 4, 5, 6, 7 കസേര ഇട്ട് കൊടുത്തു. ഇനി പതുക്കെ ആർ ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ആർ എന്ന് പറയുന്നത് ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിലല്ല. അല്ലെന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് കൊടുക്കാന്? അത് വേണ്ട നമുക്ക്. അടുത്ത പിടി. ആൻഡ് ഡി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബി. ഡി എന്ന് പറയുന്ന വ്യക്തി ബിയുടെ അടുത്തുമല്ല. അടുത്തല്ല അല്ല അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടണ്ടേ? ഇല്ല, നടക്കത്തില്ല. അപ്പൊ അടുത്ത പിടിച്ചു. എ ഈസ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എഫ്. എഫ് എവിടെയെങ്കിലും വരയ്ക്കാം. എഫ് ഞാൻ ഇവിടെ വരച്ചു. എഫിന്റെ ചോദ്യകർത്താവ് പറയുന്നു എഫിന്റെ റൈറ്റ് തേർഡിലെ എ വെക്കുക. റൈറ്റ് തേർഡ് ആന്റി ക്ലോക്ക് വൈസ്. റൈറ്റ് തേർഡിലെ 1, 2, 3 അവിടെ ആരെ വെക്കണം? എ കൊണ്ടുവന്ന് വെക്കണം. അതുകൊണ്ടേ എ വെച്ചു. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? എഫിന്റെ റൈറ്റ് തേർഡില് നമ്മൾ എ വെച്ചു. കറക്റ്റ്. ഇനി ബി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ്. എഫിന്റെ ലെഫ്റ്റ് സെക്കൻഡില് 1, 2 അവിടെ ആരെ വെക്കുക? ബി എ വെക്കുക. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇനി ക്യൂ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബി ഓർ എഫ്. അതായത് ഈ ക്യൂ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അവൻ ബിയുടെ അടുത്തും വരാൻ പാടില്ല, എഫിന്റെ അടുത്തും വരാൻ പാടില്ല. ബിയുടെ അടുത്തെന്ന് പറയുമ്പോൾ ഇവിടെയും ഇവിടെയും വരാൻ പാടില്ല, ഇവിടെയും വരാൻ പാടില്ല. അപ്പൊ ഉറപ്പിക്കാം എവിടെ ആയിരിക്കും? ഈ പോയിന്റിലായിരിക്കും. ആര്? ക്യൂ. ആ ക്യൂ എന്ന് പറയുന്ന ആള് ബിയുടെ അടുത്ത് വരാൻ പാടില്ല, എഫിന്റെ അടുത്ത് വരാൻ പാടില്ലെങ്കിൽ പിന്നെ ഒരു ചെയർ മാത്രമാണ് വേക്കന്റ് ആയിട്ട് കിടക്കുന്നത്. അവിടെ നിങ്ങൾ ആരെ കൊണ്ടുവെക്കുക? ക്യൂവിനെ കൊണ്ടുവന്ന് വെക്കുക. വെച്ചു. ഇനി നിങ്ങൾ കളഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ കളഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ആർ ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി എന്നാണ് പറയുന്നത്. ആർ എന്ന് പറയുന്ന ആള് ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിലല്ല. ആർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോ ആർ എന്ന് പറയുന്ന വ്യക്തി ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡ് അല്ല എന്ന് പറയുമ്പോൾ ഡിയെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, എവിടെ വേണേലും വെക്കാം. അപ്പൊ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ നമ്മൾ കളഞ്ഞ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആർ ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി എന്ന് പറയുന്നതാണ് നമ്മൾ തൽക്കാലത്തേക്ക് കളഞ്ഞത്. ഇനി അടുത്തത് ഡി ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ബി. ഡി എന്ന് പറയുന്ന ആള് ബിയുടെ അടുത്തല്ല. ബിയുടെ അടുത്തല്ല. അപ്പൊ ബിയുടെ അടുത്തല്ലെങ്കിൽ ഇവിടെയും വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഡി ഇവിടെയാണ് വരുന്നതെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ആ കളഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ആർ ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ഡിയുടെ ആർ ഈസ് നോട്ട് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി. ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിലല്ല ആറ്. ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിലല്ല. അപ്പൊ ഡിയുടെ ലെഫ്റ്റ് സെക്കൻഡിൽ ഒരു പോയിന്റ് അവിടെ വേക്കന്റ് ആയിട്ട് കിടപ്പുണ്ട്. അവിടെ നമുക്ക് ആറിനെ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ആറിനെ നമുക്ക് എവിടെ വെക്കാൻ പറ്റത്തുള്ളൂ? ആർ എന്തായാലും ഇവിടെ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ആറിനെ നമ്മൾ വെച്ചു. ഇനി ഒരേ ഒരാൾ മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അത് നമ്മുടെ പി ആണ്. ബാക്കി എല്ലാവരെയും നമ്മൾ അറേഞ്ച് ചെയ്തു. സോ പി എ കൂടി വെക്കുമ്പോൾ ആ ഒരു അറേഞ്ച്മെന്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹു ഈസ് സിറ്റിംഗ്
ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് പി. പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആരാണ്? പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ്, പിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എഫ് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. സോ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം റീസണിങ്ങിന്റെ ചോദ്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലേക്ക് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പതിയെ പോകാം. വായിച്ചു. 8 പേരുണ്ടെന്ന് പറയുമ്പോൾ, 8 ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പെട്ടെന്ന് താണ്ടെ 1 2 3 4 5 6 7 8 കസേര ഇട്ട് കൊടുത്തു. പിന്നെ എഫ് സിറ്റ്സ് 4th ടു ദ ലെഫ്റ്റ് ഓഫ് ബി. അപ്പൊ നമുക്ക് ബി എവിടെങ്കിലും വെക്കാം. ബി എ ഞാൻ ഇവിടോട്ട് വെച്ചു. കണ്ടോ, ബിയുടെ ലെഫ്റ്റ് 4ാമത് എഫിനെ വെക്കുക. ലെഫ്റ്റ് 4 നടേ 1 2 3 4. അവിടെ ആരെ വെക്കണം? അവിടെ നിങ്ങൾ ആരെ കൊണ്ട് വെക്കണം? എഫിനെ കൊണ്ടുവന്ന് വെക്കണം. കണ്ടോ, ബിയുടെ ലെഫ്റ്റ് 4ാമത് എഫ് കൊണ്ടുവന്ന് വെച്ചു. അടുത്തത് എ ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് എഫ്. എഫിന്റെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആണ് ആരൊക്കെ? എയും എച്ചും എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എടാ എഫിന്റെ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ആണ് എയും എച്ചും എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് എ ഇവിടെ വരാം, എച്ച് അവിടെ വരാം, അല്ലെങ്കിൽ എച്ച് ഇവിടെ വന്നിട്ട് എ അവിടെ വരാം. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷനായി. ആ ഒരു തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതും കളയുക. അടുത്ത സെന്റൻസിലേക്ക് നിങ്ങൾ പോണം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സി ഇരിക്കുന്നത് എയുടെ ലെഫ്റ്റ് 3ഡിലാണ്. എ എവിടാണെന്ന് പോലും അറിയത്തില്ല നമുക്ക്. അപ്പൊ ആ ഒരു സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? കളയണം. പിന്നെ അടുത്ത സെന്റൻസിലേക്ക് നിങ്ങൾ പോണം. അടുത്ത പിടിച്ചോ. ജി ഇരിക്കുന്നത് എവിടാണ്? ഇയുടെ റൈറ്റ് 3ഡിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസുകൾ വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട്, അതായത് മനസ്സിലെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളെ മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് വരച്ചവിടെ പൂർത്തീകരിക്കാൻ പറ്റുന്നത് ഈ ഒരു പടം മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ചോദ്യം അതാണ്. കാരണം നമുക്ക് ആശയക്കുഴപ്പമാണ്. ചുമ്മാ അങ്ങോട്ട് ഇവിടെ ആണെന്ന് കരുതാം. അങ്ങനെ പറ്റത്തില്ലല്ലോ വരയ്ക്കാൻ. ഇത്തരം സാഹചര്യങ്ങൾ, അതായത് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചുകൊണ്ട് ഫിഗർ വരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് കരുതുക. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ഫിഗർ കൂടി പാരലായിട്ട് നിങ്ങൾ വരച്ചുകൊണ്ട് അവസാനം ഒരെണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? നെഗ്ലക്ട് ചെയ്ത് കളയണം. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. എന്നാട്ടെ, ഇപ്പൊ ഇത് മാത്രമല്ലേ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നറിയോ? വീണ്ടും ഇതുപോലെ തന്നെ മറ്റൊരു പടം വരയ്ക്കണം. ഇതുപോലെ തന്നെ ദാണ്ടേ ഇവിടെ അറേഞ്ച് ചെയ്തു, ഇവിടെ അറേഞ്ച് ചെയ്തു, ഇവിടെ അറേഞ്ച് ചെയ്തു. കൃത്യമായിട്ട് 8 പേരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു. ഏറ്റവും മുകളിലെ ബി ആണ്, ഏറ്റവും താഴെ എഫ് ആണ്, എഫ് അറേഞ്ച് ചെയ്തു. ഇനി നമ്മൾക്കൊരു ആശയക്കുഴപ്പം വന്നൊരു സാധനം ഉണ്ടല്ലോ. അതാണിത്. എ ആൻഡ് എച്ച് ആർ ഇമ്മീഡിയറ്റ് നൈബേഴ്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞില്ലേ? എഫിന്റെ അടുത്താണ്, അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഇടയിൽ വരുന്ന രീതിയിൽ എയും എച്ചും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എടാ ഇവിടെ എ വരാം, ഇവിടെ എച്ച് വരാം. ഇത് പോസിബിലിറ്റി ആണ്, ഉറപ്പൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ വരാം. കാരണം നമുക്ക് അവിടെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എയുടെയും എച്ചിന്റെയും ഇടയിലാണ് എഫ് ഇരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇനി അതല്ല, വേണമെങ്കിൽ തിരിച്ചു വായിക്കൂടെ? ഇവിടെ എച്ച് വന്നിട്ട് ഇവിടെ എ വരാമല്ലോ. ഇതിനകത്ത് ഒരെണ്ണമാണ് ശരി, നമ്മൾ ഒരെണ്ണം നിസ്സാരമായിട്ട് പിന്നീടാണ് വെട്ടിക്കളയുന്നത്. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇപ്പൊ ഇത്രയും പേരെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇതിനകത്ത് ഒരു പടമാണ് ശരി കേട്ടോ. അത് ഏതാണെന്ന് പിന്നീടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ വായിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഒന്നും കൂടെ വരയ്ക്കുമ്പോൾ ഇവിടെ എഫ് ഇരിക്കുന്നത് നമ്മൾ അത് വായിച്ചതാണ്. ഇതും കളഞ്ഞു. ഇനി അടുത്ത് വായിക്കുക. സി ഇരിക്കുന്നത് എയുടെ ലെഫ്റ്റ് 3ഡിലാണ് ആരിരിക്കുന്നത്? സി. ഇപ്പൊ നമുക്ക് നോക്കിയേ, ഈ പടമുണ്ട്, ഇതുമുണ്ട്. എയുടെ ലെഫ്റ്റ് 3ഡിലെ സി വെക്കണം.
എയുടെ ലെഫ്റ്റ് തേർഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കിക്കോണേ, എന്താണ്ടേ 1, 2, 3 ഇവിടെ ആര് വരാം? സി വരാം. ഇപ്പൊ കറക്റ്റ് അല്ലേ? എയുടെ ലെഫ്റ്റ് തേർഡില് സി സെറ്റ് ആയതു. അപ്പൊ ഇവിടെ ആണെങ്കിലോ 1, 2, 3 നടക്കുവോ? ഇല്ല, കാരണം അവിടെ ഓൾറെഡി ബി ഇരിക്കുവോ. അവിടെ കൊണ്ടുവന്ന് ബിയെ മാറ്റിയിട്ട് സിയെ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഉറപ്പിക്കാം ഈ പടം തെറ്റാം. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഡേറ്റ കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പടം വെച്ച് ചെയ്യേണ്ടത്. അതായത് ആശയക്കുഴപ്പം വരുന്ന ഒരു സെന്റൻസ് ഉണ്ടല്ലോ, അതിനെ പിടിച്ചുകൊണ്ട് 2 ഫിഗർ ആക്കിക്കോണം. എന്നിട്ട് പിന്നീട് നമ്മൾ പുതിയ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പുതിയ സെന്റൻസ് വായിക്കുമ്പോൾ ഒരെണ്ണം വെട്ടിയാൻ കളഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ആ പടം തെറ്റാ, കളയുക. ഇനി ബാക്കി അങ്ങ് വഴടാന്ന് വരച്ചങ്ങ് പോയാൽ മതി. ഇനി താണ്ടേ, ഇപ്പൊ നമ്മൾ സിയെ വെച്ചു. ഇനി ജി ഇരിക്കുന്നത് എവിടാ? ഇയുടെ റൈറ്റ് തേർഡ്. ഈ എവിടാ? ഈ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഈയുടെ റൈറ്റ് തേർഡ് വരണം. ഈ വേണമെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, എവിടെ വേണേലും വരാം. ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ആണെന്ന് കരുത്, ചുമ്മാ കരുത്. ഇവിടെ ആണെന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് തേർഡ് കിട്ടുമോ? ഇല്ല, അവിടെ ഓൾറെഡി ഒരു വ്യക്തി ഇരിക്കുമോ? നടക്കത്തില്ല. ഇനി ഇവിടെ ആണെന്ന് കരുത്, ചുമ്മാ കരുത്, എന്തായാലും ഇവിടെ അല്ലെന്ന് ഉറപ്പായി. ഇവിടെ ആണെന്ന് കരുത്, റൈറ്റ് തേർഡ് കിട്ടുമോ? 1, 2, 3 അവിടെ സി ഇരിക്കുമോ? അത് നടക്കത്തില്ല. അപ്പൊ ഉറപ്പിക്കാം എവിടാ? ഇവിടെയാണെന്ന് മനസ്സിലായി. ഇവിടെയാണെന്ന് മനസ്സിലായി. ഈയുടെ റൈറ്റ് തേർഡിലെ റൈറ്റിലാണ് ആരിയിരിക്കുന്നത്? ഈയുടെ റൈറ്റ് തേർഡിലെ ജിയെ വെക്കുക. റൈറ്റ് തേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജിയെ കൊണ്ടുവന്ന് വെച്ചു. പരിപാടി കഴിഞ്ഞു. ഇനി ഒരു വ്യക്തിയെ അവിടെ പ്ലേസ് ചെയ്യണം. നമ്മൾ നോക്കിയേ, 8 പേരാണുള്ളത്. എ വെച്ചു. ഇനി ബി വെച്ചോ? ബി വെച്ചു. സി വെച്ചോ? സി വെച്ചു. ഡി വെച്ചോ? ഡി വെച്ചിട്ടില്ല. അപ്പൊ ഡി എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിൽ ഡിയെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. ഇനി നിങ്ങൾ നോക്കിയേ, പരിപാടിയെല്ലാം സക്സസ് ആയി. അതായത് തന്നിരിക്കുന്ന 8 പേരെ ഡേറ്റാസ് അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് പടം വരച്ച് അതിനകത്തേക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. എടാ കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്: ഹൂ ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എച്ച്? എച്ചിന്റെ ലെഫ്റ്റ് തേർഡ്. എച്ച് എന്തേ? എച്ച് ഇതല്ലേ? ലെഫ്റ്റ് തേർഡ് എന്തേ? 1, 2, 3. അവിടെ ആരായിരിക്കുന്നത്? ബി അല്ലേ? അപ്പൊ ബി അല്ലേ ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. സോ ഇങ്ങനെയാണ് നിങ്ങൾ പടങ്ങളെ വരച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആശയക്കുഴപ്പം വരുന്ന എല്ലാ ചോദ്യങ്ങളും ഇത്തരത്തിലെ ചെയ്ത് 2 ഫിഗർ വരച്ചുകൊണ്ട് ചെയ്യണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പതിയെ പോകാം. ഇതാ പിടിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം എത്ര പേരുണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4, 5, 6 പേരുണ്ട്. 6 പേരാണുള്ളത്. സ്വാഭാവികമായിട്ടും 6 കസേര അങ്ങ് വരയ്ക്കണം. 1, 2, 3, 4, 5, 6 കസേര വരയ്ക്കുക. ഇനി നമുക്ക് ഓരോരുത്തരെ വെക്കണം. എക്സ് സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എ. അപ്പൊ എ എവിടെങ്കിലും വെക്കണം. എയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റില് എക്സ് വെക്കണം. എക്സ് വെച്ചു. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ക്ലോക്ക് വൈസ് അവിടെ എക്സ് വെച്ചു. only one person sits between x and z. എക്സിനും ഇസഡിനും ഇടയിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ചോണം, എക്സിനും ഇസഡിനും ഇടയിൽ ഒരേ ഒരാളെന്ന് പറയുമ്പോൾ ഇസഡ് വേണമെങ്കിൽ ഇവിടെ വരാം. ഒന്നൂടെ ഇവിടെ വേണമെങ്കിലും വരാം ഇസഡ്. അപ്പോഴും ഒരാളേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കളയുക. എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ സെന്റൻസ്, അതായത് only one person sits between x and z. എക്സിനും ഇസഡിനും ഇടയിൽ ഒരേ ഒരാളെ ഉള്ളൂ എന്ന് പറയുന്ന സെന്റൻസ് നമ്മൾ തൽക്കാലം ഉപേക്ഷിക്കുകയാണ്. അടുത്തതിലേക്ക് പോവാം. സി എവിടെയാണ് ഇരിക്കുന്നത്? സി ഇരിക്കുന്നത് ബിയുടെ റൈറ്റ് സെക്കൻഡ്. ബി എവിടാന്ന് അറിയാവോ? ഇല്ല. അപ്പൊ അതും കളയേണ്ടി വരും. വിട്. വൈ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എ. വൈ എന്ന് പറയുന്ന ആള് എയുടെ ഇമ്മീഡിയറ്റ് നൈബർ അല്ല എന്ന് പറഞ്ഞാൽ വൈ ഇവിടെ വരയ്ക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിലും വരാം. കൺഫ്യൂഷനായി നമുക്ക്. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന മുഴുവൻ സെന്റൻസുകളും വായിച്ചു നോക്കിയപ്പോൾ നമ്മൾക്ക് ആകെ കിട്ടിയത് ഇത്തരത്തില് ഒരു കൺഫേം ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ. 100% ഉറപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. എങ്ങനെ? വീണ്ടും മറ്റൊരു ഫിഗർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ കണ്ടേ, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്,
ഇവിടെ ഒരാള് കണ്ടോ, ഇവിടെ എ ഉറപ്പാണ്, ഈ എക്സും ഉറപ്പാണ്. ഓൺലി വൺ പേഴ്സൺ സിറ്റ്സ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇസഡ്. എക്സിനും ഇസഡിനും ഇടയിൽ ഒരേ ഒരാളെ ഉള്ളൂ. എക്സിനും ഇസഡിനും ഇടയിൽ ഒരേ ഒരാളെ ഉള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇസഡ് ഇവിടെ വരാം, അല്ലേ? അങ്ങനെ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇതും വരാം. ഇപ്പൊ ഓക്കെ ആയി. ഇത് രണ്ടിൽ ഏതോ ഒരെണ്ണമാണ് ശരി. ഇതിൽ ഒരെണ്ണം ഇതാണ് ശരി ആകാം, ഇത് അല്ലെങ്കിൽ ശരി. ഇതല്ലാതെ മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. ഇത് രണ്ടിൽ ഏതായാലും ഒരെണ്ണം വരാം. പോട്ടെ, അത് വിട്. കഴിഞ്ഞു. സി സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ബി. സി ഇരിക്കുന്നത് ബിയുടെ റൈറ്റ് സെക്കൻഡിലാണ്. ബി എവിടാന്നറിയില്ല, അത് പോട്ടെ. അടുത്തത് വൈ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എ. എയുടെ അടുത്ത് വരരുത്. ആര് വരരുത്? വൈ വരാൻ പാടില്ല. എയുടെ അടുത്ത് വൈ വരാൻ പാടില്ല. അപ്പൊ എയുടെ അടുത്ത് വൈ വരാൻ പാടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അതേപോലെ തന്നെ ഇവിടെയോ വരാം, ഉറപ്പില്ല. അപ്പൊ ആ ഒരു ഇത് നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് ഒന്നും കൂടെ വായിക്കാം. ആ 2-3 തവണ വായിക്കുമ്പോഴാണ് സംഭവം സെറ്റ് ആവുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പടം വരയ്ക്കുന്നത്. കാരണം ഇങ്ങനെ ആശയക്കുഴപ്പം വരുന്ന പടങ്ങളെല്ലാം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ വരയ്ക്കുവാണ്. കളഞ്ഞത് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തത്, അതും കളയുക. ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി കഴിഞ്ഞു, ഇതും കളയുക. ഇനി സി ഇരിക്കുന്നത് ബിയുടെ റൈറ്റ് സെക്കൻഡ്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ബിയുടെ റൈറ്റ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് തുടങ്ങാം. ബി വേണമെങ്കിൽ ഇവിടെ വരാം. ബിയുടെ റൈറ്റ് സെക്കൻഡ് സി വെക്കാം. ഇവിടെ ബി വന്നു കഴിഞ്ഞാൽ റൈറ്റ് സെക്കൻഡ് കിട്ടത്തില്ല. ഇവിടെ ബി വന്നാൽ റൈറ്റ് സെക്കൻഡ് കിട്ടത്തില്ല. അപ്പൊ ഉറപ്പിക്കാം, എവിടാ? ബി ഇവിടെ തന്നെ. എന്നാലേ നമുക്ക് ബിയുടെ റൈറ്റ് സെക്കൻഡില് ആരെ വെക്കാൻ പറ്റത്തുള്ളൂ? സിയെ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറ്റത്തുള്ളൂ. അതേപോലെ അവിടെ നമുക്ക് ബി എവിടെ വെക്കാം? ഇവിടെ വെക്കാൻ പറ്റുമോ? ബിയെ റൈറ്റ് സെക്കൻഡ് കിട്ടുമോടാ? ഇല്ല. ഇവിടെ വെക്കാൻ പറ്റുമോ? പറ്റും. കാരണം റൈറ്റ് സെക്കൻഡ് കിട്ടും, ഫ്രീയാ. ഇവിടെ വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഉറപ്പിക്കാം, ബി എന്ന് പറയുന്ന വ്യക്തി എവിടെയാണ്? ഇവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി. കാരണം ഇവിടെ വെക്കാൻ പറ്റത്തില്ല, റൈറ്റ് സെക്കൻഡ് കിട്ടത്തില്ല. ഇവിടെ വെക്കാം, ഇവിടെ വെച്ചാൽ കിട്ടത്തില്ല, റൈറ്റ് സെക്കൻഡ് കിട്ടത്തില്ല. അതാണ് വിഷയം. അപ്പോൾ ബിയുടെ റൈറ്റ് സെക്കൻഡില് നിങ്ങൾ സിയെ വെക്കുക. സി വെച്ചു. ഇനി നമുക്ക് ഒരാള് പെൻഡിങ് ഉണ്ട്. ആരാ? എ വെച്ചോ? എ വെച്ചു. ബി വെച്ചോ? വെച്ചു. സി വെച്ചു. എക്സ് വെച്ചു. വൈ വെച്ചോ? ഇല്ല. ഇപ്പൊ ഞാൻ വൈ ഇവിടെ വെച്ചു, വൈയെ ഇവിടെ വെച്ചു. ഒരെണ്ണം തെറ്റാണേ, പടം ഒരെണ്ണം തെറ്റാ. ഏതാന്ന് നോക്കാം നമുക്ക്. ഇനി നമ്മൾ കളഞ്ഞ ഒരെണ്ണം ഉണ്ടല്ലോ, എന്തു വരുന്നത്? വൈ ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എ. കുഞ്ഞുങ്ങളെ, എയുടെ അടുത്ത് ആര് വരാൻ പാടില്ല? വൈ വരാൻ പാടില്ല. എയുടെ അടുത്ത് വൈ വരാൻ പാടില്ല. എയുടെ അടുത്ത് വൈ വന്നു, പടം തെറ്റാ. അപ്പൊ ഇതാ പടം. ശരിയായി, ഉറപ്പിച്ചു, ഇതാണ് പടം. ചോദ്യം, ഹു ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഇസഡ്? ഇസഡിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ്, ഇസഡിന്റെ ഇമ്മീഡിയറ്റ് ആന്റി ക്ലോക്ക് വൈസ്. ഇസഡിന്റെ ഇമ്മീഡിയറ്റ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ബി അല്ലേ? ഉത്തരം ബി ആണ്. ബി എന്ന് പറയുന്ന വ്യക്തി, അതായത് ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. ബി എന്ന് പറയുന്ന വ്യക്തി, അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മുടെ സർക്കുലാർ അറേഞ്ച്മെന്റിനകത്ത് തന്നിരിക്കുന്ന ഡേറ്റ കുറവാണെങ്കിൽ നിങ്ങൾ അവിടെ ആശയക്കുഴപ്പം വരാതെ 2 ഫിഗർ വരച്ചിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഒരെണ്ണം വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് ആൻസറിലേക്ക് എത്തുന്നത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നമുക്ക് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ശ്രദ്ധിക്കുക. 6 പേരുണ്ട്. 6 പേര് വട്ടത്തിൽ ചുറ്റും ഇരുന്നിട്ട് ബോട്ടിൽ സ്പിന്നിങ് എന്ന് പറയുന്ന നമ്മുടെ ഈ ബോട്ടിൽ എറിയുന്ന ഒരു ഗെയിമാണ്. അത് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ 6 പേരെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് 1 2 3 4 5 6 പേരെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് പറയുന്നു, രോഹിണി ഈസ് സിറ്റിംഗ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് രശ്മി. അപ്പൊ രശ്മിയുടെ ലെഫ്റ്റ് തേർഡിലാണ് രോഹിണി ഇരിക്കുന്നത്. അപ്പൊ രശ്മി എവിടെയെങ്കിലും വെക്കണ്ടേ? അപ്പൊ ഞാൻ രശ്മിയെ ഇവിടെ വെച്ചു. കണ്ടോ? രശ്മിയുടെ ലെഫ്റ്റ് തേർഡിലാണ് രോഹിണി. ലെഫ്റ്റ് തേർഡ് രോഹിണി. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. അവിടെ തേർഡ് രോഹിണി. 1 2 3 അവിടെ ആരെ വെക്കണം? രോഹിണിയെ വെക്കുക.
അപ്പൊ രോഹിണി ആയോ? ആയി. ഇനി അടുത്ത ആളെ വായിക്കടാ. രാഹുൽ ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ രശ്മി ആൻഡ് രമേശ്. രശ്മിക്കും രമേശിനും ഇടയിൽ രാഹുൽ ഇരിക്കുന്നു. ഇപ്പൊ രശ്മി ഇവിടെ ആണ്, രാഹുൽ വേണമെങ്കിൽ ഇവിടെ വരാം അല്ലേ, ഇവിടെ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും വരാം. ആശയക്കുഴപ്പമായി കളയുക. രവി ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ രോഹിണി ആൻഡ് രാജു. രോഹിണിക്കും രാജുവിനും. അപ്പൊ രോഹിണി ഇപ്പൊ വേണമെങ്കിൽ രാജു ഇവിടെ വരാം, രാജു ഇവിടെ വേണമെങ്കിലും വരാം, ഇവിടെ വേണമെങ്കിലും വരാം. അപ്പൊ ഒരു ആശയക്കുഴപ്പമായി അതും കളയുക. അടുത്ത സെന്റൻസ് പിടിക്കുക. രവി ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് രശ്മി. രശ്മിയുടെ റൈറ്റ് സെക്കൻഡ് 1 2 അവിടെ ആരാ? അവിടെ രവി ഇരിക്കുന്നു. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? രവി എന്ന് പറയുന്ന വ്യക്തി രശ്മിയുടെ റൈറ്റ് സെക്കൻഡിലെ കൃത്യമായിട്ട് പ്ലേസ് ആയി കഴിഞ്ഞു. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്നും കൂടെ വായിക്കാം. കളഞ്ഞെല്ലാം പിടിച്ചോ. രാഹുൽ ഈസ് സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ രശ്മി ആൻഡ് രമേശ്. രശ്മി രമേശ്. എന്തായാലും രശ്മി ഇവിടെ എന്തായാലും രമേശിനെ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഉറപ്പിക്കുക, ഇവിടെ തന്നെ രമേശ്. കണ്ടോ, ഇവിടെ രമേശിനെ വെച്ചു. രശ്മിക്കും രമേശിനും ഇടയിൽ ആരാ? രാഹുലിനെ പ്ലേസ് ചെയ്യുക. അപ്പൊ രാഹുൽ അവിടെ ആയി, അറേഞ്ച് ആയി. ഇനി രവി ഇരിക്കുന്നത് രോഹിണിയുടെയും രാജുവിന്റെ ഇടയില. രോഹിണി ഇവിടെ ഓൾറെഡി ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും രാജു ഇവിടെ അല്ലേ വരേണ്ടത്. അപ്പൊ രാജുവും അറേഞ്ച് ആയി. ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് രാജു. രാജുവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. രാജു എവിടാ? രാജു എന്ത് ചെയ്യണ്ടേ? രാജുവിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാ? രശ്മി അല്ലേ. അപ്പൊ ഉത്തരം രശ്മിയാണ്. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. സോ ഇങ്ങനെയാണ് നമ്മൾ സർക്കുലാർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. ഇങ്ങനെ ഓരോ ടോപ്പിക്കിലെയും ഏറ്റവും കുറഞ്ഞത് 25 ചോദ്യങ്ങളെങ്കിലും സ്വന്തം ആയിട്ട് ചെയ്ത് പരിശീലിച്ചുകൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് റീസണിങ്ങിനകത്തെ ആ 10 ചോദ്യങ്ങളും 10 അടിച്ചെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലെ വലിയ രീതിയിലെ ഒരു ഇന്റൻസീവായിട്ടുള്ള ഒരു ക്രാഷ് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ക്രാഷ് ലെവലിലെ നല്ല രീതിയിൽ റിസൾട്ട് വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ ഡെയിലി എക്സാമുകളും വീക്കിലി മോഡൽ എക്സാമുകളും അതേപോലെ നമ്മുടെ OMR എക്സാമുകൾ ഉൾപ്പെടെയുള്ള പുതിയ പാറ്റേണിനനുസരിച്ചുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒരു മെന്റർ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് കൊണ്ട് കൃത്യമായ ഡയറക്ഷനിൽ കൂടി ഈ 60 ദിവസം കൊണ്ട് നമുക്ക് പരീക്ഷ അടിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ്. സോ ഈ ഒരു ബാച്ച്, അതായത് ഈ നമ്മൾ 60 ദിവസം കൊണ്ട് ഈ പറഞ്ഞ രീതിയിലെ പരമാവധി നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് വാങ്ങിക്കുന്ന രീതിയിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കുന്ന പുതിയ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ നിങ്ങൾക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 60 ദിവസം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി ഉള്ളത്. സോ 60 ദിവസം കൊണ്ട് അടുത്ത ഒരു 60 വർഷം നിങ്ങൾ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ഉണ്ടാവും. സോ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ട് പഠിച്ചുകൊണ്ട് 2025 എഴുതാൻ പോകുന്ന ഈ പരീക്ഷ ക്രാക്ക് ചെയ്യണം. അതായത് 2025 എന്ന് പറയുന്ന വർഷത്തിലെ ഒരു സർക്കാർ ജോലി നേടിത്തന്നു എന്നുള്ള ആ ഒരു ചരിത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കൂടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക. പരമാവധി നിങ്ങളുടെ സജഷൻസ് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ലെങ്തി വീഡിയോ ആണ്. എല്ലാവർക്കും ഒരു ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് സെറ്റ് ആകുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്തൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ സജഷൻസും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ.